Welcome to my channel Farm Easy, where you will learn clinical pharmacy and therapeutics incredibly easy. നിങ്ങളിൽ പലവരും മൈക്രോവേവ് ഓവൻ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണങ്ങൾ ചൂടാക്കുന്നത്. മൈക്രോവേവ് ഓവണിൽ നിന്നും ഉത്ഭവിക്കുന്ന റേഡിയേഷനാണ് ഭക്ഷണത്തെ ചൂടാക്കുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ കടന്നുപോയ ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ ക്യാൻസർ വരുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നൽകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയേണ്ടത് റേഡിയേഷനെ കുറിച്ചാണ്. റേഡിയേഷൻ രണ്ട് തരത്തിലുണ്ട്: അയോണൈസിങ് റേഡിയേഷൻ, നോൺ അയോണൈസിങ് റേഡിയേഷൻ. അയോണൈസിങ് റേഡിയേഷൻ എന്നാൽ ശക്തമായ റേഡിയേഷൻ ആണ്. അത് നമ്മുടെ കോശത്തിൽ പോയി DNA ഡാമേജ് ചെയ്യുന്നു, അതിനാൽ ക്യാൻസർ വരുന്നു. ഉദാഹരണത്തിന്, സൂര്യപ്രകാശത്തിൽ അടങ്ങിയ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒരു അയോണൈസിങ് റേഡിയേഷൻ ആണ്. അത് നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞാൽ ക്യാൻസർ വരാം. അതേസമയം നോൺ അയോണൈസിങ് റേഡിയേഷൻ എന്നാൽ ശക്തി കുറഞ്ഞ റേഡിയേഷൻ ആണ്. അത് നമ്മുടെ കോശത്തിൽ പോയി DNA നശിപ്പിക്കാനുള്ള കഴിവ് ഇല്ല. അതുകൊണ്ട് ക്യാൻസർ വരാൻ സാധ്യതയില്ല. നിങ്ങൾ TV, LED, റേഡിയോ അഥവാ വൈഫൈ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന റേഡിയേഷൻ നോൺ അയോണൈസിങ് റേഡിയേഷൻ ആണ്. അത് നിങ്ങളുടെ ശരീരത്തിൽ തട്ടിയാൽ ഹാനികാരകമല്ല. അതേപോലെ തന്നെ മൈക്രോവേവിൽ ഉത്ഭവിക്കുന്ന റേഡിയേഷൻ നിങ്ങളുടെ ഫുഡിൽ തട്ടിയാൽ ആ റേഡിയേഷൻ യുക്തമായ ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയില്ല. കാരണം ആ റേഡിയേഷൻ നോൺ അയോണൈസിങ് റേഡിയേഷൻ ആണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആഹാരത്തെ മൈക്രോവേവിൽ ചൂടാക്കുമ്പോൾ അത് മൺചട്ടിയോ ഇല്ലെങ്കിൽ പോർസലൈൻ പാത്രങ്ങളിൽ മാത്രം ആയിരിക്കണം. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂടാക്കരുത്. കാരണം പ്ലാസ്റ്റിക് പാത്രം ചൂടായാൽ അതിൽ നിന്നും വരുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് നിങ്ങളുടെ ഫുഡിൽ ഇറങ്ങിയാൽ അത് നിങ്ങൾ കഴിച്ചാൽ ചിലപ്പോൾ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. Thank you for watching my videos. If you want more informative videos like this, don't forget to like, share and subscribe.